ആടിന്റെ തോലും പൊറത്തിട്ട് ഇറച്ചി ഒന്നായിട്ട് കണ്ണു കാണാത്ത ഉപ്പാന്റെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു, ബാപ്പ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. എന്തായി മോനെ? ഇല്ല ബാപ്പ, ഞാൻ ഇറച്ചി കൊണ്ട് വന്നിരിക്കുന്നു ബാപ്പ, നിങ്ങൾ തിന്നിട്ട് എനിക്ക് വേണ്ടി ദ്വാരക്കണം ബാപ്പ. മഹാനായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം ആ ഇറച്ചി അങ്ങോട്ട് വാങ്ങി വെച്ചിട്ട് കൊണ്ടുപോയ മോനെ ഒന്നിങ്ങനെ കെട്ടിപ്പിടിച്ച്, പാപ്പാന്റെ സ്നേഹം കൊണ്ട് മോനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് മഹാനായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം മകനെ ഒന്ന് ചുംബിച്ചു. മോനെ ഒന്ന് ചുംബിച്ച് ഒന്നിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് തടകിയിട്ടായിട്ട് മഹാനായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം പറയുന്നു, കോമാനെ വാശത്തിൽ യൗബാണെന്ന് തോന്നുന്നേ, കുവനാലും രോമതി നാലും ഐസെന്ന് കാണുന്നേ. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം തടകി മണത്തിട്ട് പറഞ്ഞു, മോനെ എനിക്ക് തോലും രോമെല്ലാം കാണുമ്പോ ഐസിനെ പോലെ കാണുന്നുണ്ട്, രോമവും തോലെല്ലാം കാണുമ്പോ ഐസിനെ പോലെ കാണുന്നുണ്ട്, പക്ഷെ എനിക്ക് മണക്കുന്നത് സ്മെല്ല് യാക്കൂബിന്റെ സ്മെല്ലാണ്. എനിക്ക് മണക്കുന്നത് യാക്കൂബിന്റെ സ്മെല്ലാണ്, പക്ഷേ തോലും രോമെല്ലാം കാണുമ്പോ ഐസിനെ പോലെ കാണുന്നുണ്ട്. പക്ഷേ നേമം ആസലിന്നി തെറ്റിക്കൂല നീ ഹന്നാനേ, നെജിത്തി മോനിൽ നുബുവതിന്ന് താമന്നാനേ. ഇസ്ഹാഖിനെ ദുആ ചെയ്ത് പഠിച്ചവനെ തീർമാനം എന്റേതല്ല, നിന്റെ തീർമാനം മാത്രമേ നടക്കുകയുള്ളൂ, എന്റെ ആഗ്രഹം മാത്രമാണ്. പക്ഷേ നിന്റെ തീർമാനം എന്താണ് റബ്ബേ? ഈ മകനെ നീ നബിയാക്കണേ അല്ലാഹ്, ഈ മകനെ നീ നബിയാക്കണേ അല്ലാഹ് എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്തു. അല്ലാഹു തആല സ്വീകരിച്ചു. യാക്കൂബിനെ അല്ലാഹു നബിയാക്കുകയും ചെയ്തു. അത് ബാപ്പ ഇറച്ചി ഇങ്ങനെ തിന്ന് അല്ലായി കോലെടുത്തിട്ട് ഈർക്കിലെടുത്തിട്ട് പല്ലി ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക, അതുള്ള പല്ലി ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക. അപ്പ കാണു അതാ വരുന്നു അരി അങ്ങനെ ഒപ്പ ഇങ്ങനെ പല്ല് കുത്തിക്കൊണ്ടിരിക്കുമ്പോഴേക്കാണ് എന്റെ ബാക്കിൽ നിൽക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ, അവിടെ ബാക്കിൽ കസാല വെക്കാൻ വൃത്തിയില്ല, സ്ഥലമില്ല. അതുകൊണ്ട് എതിര് കുറച്ച് കസാല ഫ്രണ്ടിൽ ഒഴിവുണ്ട്, ദയവ് ചെയ്ത് ഇവിടെ വന്നിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. മഹാനായ നബിയുല്ലാഹി യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മജ്ലിസാണ്, മഹാനായ വലിയുല്ലാഹി തങ്ങളുടെ സമീപമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി നിങ്ങൾക്ക് അവിടെ കസാല തരുമായിരുന്നു, അവിടെ സ്ഥലമില്ല. അതുകൊണ്ട് എതിരിൽ കസാലകൾ ഒഴിവുണ്ട്, അവിടെ ഇരുന്നുകൊണ്ട് സഹകരിക്കണമെന്ന് ഇവിടുത്തെ കമ്മിറ്റിക്കാർ ആവശ്യപ്പെടുന്നു. സഹകരിച്ചുകൊണ്ട് വിജയിപ്പിക്കുക. അങ്ങനെ ആ ബാക്കിലുള്ള ആളൊന്നും എതിരോട്ട് വന്നോളൂ. ഇപ്പൊ നമ്മൾ എതിരിട്ട് ബസ്സിലൊക്കെ എതിരിലിരിക്കാൻ അല്ലേ, വളർച്ചയിലേക്ക് വന്നാൽ ബാക്കിൽ നമുക്ക് വേണ്ടി വരില്ല, ബാക്കി ഇത്ര വേണ്ട. എല്ലാവരും കൊണ്ട് കടന്നിരിക്കും. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. കുറെ നീട്ടിക്കൊണ്ടു പോകൂല. നിങ്ങളോട് പൂർണ്ണമായി സഹകരിക്കുന്ന ആളാണ് ഞാൻ. കാരണം 4-5 ദിവസമായുള്ള പരിപാടി ഇവിടെ നടക്കുന്നത്, അതുകൊണ്ട് കുറെ നീട്ടിക്കൊണ്ടു പോകുമെന്നാലും ഭയപ്പെടുകയും വേണ്ട. ഇൻഷാ അല്ലാഹ് പരാതി ചുരുക്കി പറയാൻ ശ്രമിക്കാം എന്ന് ഓർത്തുകയാണ്.